ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പച്ചമാങ്ങ വെച്ചിട്ട് നല്ല മധുരമുള്ള ശർക്കര മാങ്ങയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ചോറിൻ്റെ കൂടെ ആയാലും കഞ്ഞിയുടെ കൂടെ ആയാലൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് കഴിക്കാൻ, ഇത് മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ കേടുകൂടാതെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ആ ഒരു സമയം അത് കാരണം അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ഇത് കാലിയാവും, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ശർക്കര മാങ്ങ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഇല്ല എങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക്, 1/4 ടേബിൾ സ്പൂൺ ഉലുവ, പിന്നെ 1/4 ടീസ്പൂൺ വീതം നല്ല ജീരകം, പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. കടുകും ഉലുവയും മാത്രമായാലും മതി. കടുകൊന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് 5 വെളുത്തുള്ളി ഇതുപോലെ ഹാഫാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, പിന്നെ അത്യാവശ്യം നല്ല എരിവുള്ളൊരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, പിന്നെ കറിവേപ്പില, ഇവ 4ഉം കൂടെ എണ്ണയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് കിട്ടിയാൽ 1 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇവ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. പൊടികളുടെ പച്ചമണക്കൊന്ന് മാറി കിട്ടിയാൽ അതിലേക്ക് 2 അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 പച്ചമാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് മാങ്ങ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിനായിട്ട് അടച്ചു വെച്ചിട്ടോ അല്ലാണ്ടെയോ മാങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മാങ്ങ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നാൽ അതിലേക്ക് 2 ചെറിയ കഷ്ണം ശർക്കര ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ശർക്കരയൊക്കെ അതിൽ അലിഞ്ഞിട്ട് മാങ്ങയിലൊക്കെ പിടിക്കുന്ന വരെ ഒരു 5 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു, അതുകൊണ്ട് തന്നെ അത്യാവശ്യം പുളിയുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് പുളി കുറവാണെങ്കിൽ കുറച്ച് വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരം അതുപോലെ തന്നെ കുറവായി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പിന്നെ ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് പാകമായി വന്നാൽ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി അതുപോലെ തന്നെ ഒരു നുള്ള് കായപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. കായപ്പൊടി ചേർക്കുമ്പോൾ കൂടി പോവരുത്, ഒരു നുള്ള് മാത്രം മതി. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പും മധുരമൊക്കെ കുറവാണെങ്കിൽ ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ബാലൻസ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര മാങ്ങ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നൊരു ടൈപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.